ദൈവ തിരുനാമത്തിലെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ശമൂവേൽ 26-ാം അധ്യായം നമ്മൾ വായിക്കുകയാണ്. ശൗൽ രാജാവ് വീണ്ടും ദാവീദിനെ അന്വേഷിച്ച് പിന്തുടരുകയാണ്. ഇപ്പോൾ സിഫിയർ ശൗൽ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ദാവീദ് ഹക്കീല എന്ന് പറയുന്നതായ മലമേൽ ആ ഒളിവിടത്തിൽ താമസിക്കുകയാണ്. അത് കേട്ടോണ്ട് ശൗൽ രാജാവ് 3000-ഓളം ആരോഗ്യമുള്ള ഗാത്രന്മാരായ യുദ്ധസന്നദ്ധരായ ഇസ്രായേലുമായി ദാവീദിനെ നേരിടാൻ ചെല്ലുകയാണ്. അവരും ദാവീദിനെ അന്വേഷിച്ച് ഹക്കീല കുന്നിൽ വന്നു. പക്ഷെ ദാവീദ് അവിടെ നിന്ന് ഓടിപ്പോയില്ല. അദ്ദേഹം ഹിത്യ രാജാവായ അബീമേലെക്കിൻ്റെയും അതുപോലെ തന്നെ അബീഷായോടും ചോദിച്ചു, നിങ്ങൾ ആരാണ് എൻ്റെ കൂടെ ശൗലിനെ നേരിടാൻ വരുന്നത്? കാരണം ഹിത്യർ എപ്പോഴും ഇസ്രായേലിന് എതിർ രാജ്യക്കാരാണല്ലോ. അവരോട് ചോദിച്ചു, ആര് എൻ്റെ കൂടെ വരും? അപ്പം ആ കൂട്ടത്തിൽ അബീഷാ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാം. അങ്ങനെ അബീഷായും ദാവീദും കൂടി ശൗൽ കിടന്നുറങ്ങുന്നതായ സ്ഥലത്തെത്തിച്ചേരുകയാണ്. നോക്കിയപ്പോൾ ശൗൽ രാജാവ് താൻ ഉപയോഗിക്കുന്നതായ കുന്തം കുത്തി നാട്ടി വെച്ചിട്ട് സുഖമായി കിടന്നുറങ്ങുന്നു. അതിനു ചുറ്റും അദ്ദേഹത്തിൻ്റെ സർവ്വസൈന്യാധിപനായ അബ്നേർ അതുപോലെ മറ്റ് പട്ടാളക്കാരൊക്കെയും അതിന് ചുറ്റും കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. ദാവീദും ഈ അബീഷായും അടുത്ത് ചെന്നത് അവരാരും അറിഞ്ഞില്ല. അപ്പോൾ അബീഷായി ദാവീദിനോട് പറയുന്നു, ഇതാ ദൈവം നിൻ്റെ ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു അവസരം നിനക്കിനി ഇപ്പം ലഭിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നിനക്ക് അവനെ കൊല്ലാൻ പ്രയാസമാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഈ കുന്തമൂരി ഇപ്പം തന്നെ ശൗലിനെ കുത്തിക്കൊല്ലാം. എനിക്ക് ഒന്നുകൂടി കുത്തേണ്ട ആവശ്യം വരില്ല. ഒറ്റ കുത്തുകൊണ്ട് അവനെ വധിക്കുവാൻ എനിക്ക് സാധിക്കും. ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഇതിനു മുൻപ് ദാവീദ് പറഞ്ഞതുപോലെ ഇപ്പോൾ വീണ്ടും പറയുന്നു, ചെയ്യരുത്. കാരണം അവൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. അഭിഷിക്ത തൈലം ശമൂവേൽ പുരോഹിതനിലൂടെ ഇവൻ്റെ മേൽ പതിച്ചതാണ്. അവൻ്റെ പ്രവൃത്തികൾ ശരിയല്ല. ഒരിക്കലും ഒരു അഭിഷിക്തന് ചേർന്ന കാര്യമല്ല ശൗൽ രാജാവ് ചെയ്യുന്നത്. പക്ഷേ ഞാനായിട്ട് അവനെ കൊല്ലുകയില്ല. ദൈവം അവനോട് പകരം ചോദിക്കും. ഞാനല്ല ചോദിക്കേണ്ടത്, ദൈവമാണ്. ഒന്നുകിൽ അവൻ മരിക്കും, അല്ലെങ്കിൽ അവൻ വധിക്കപ്പെടും. അതുകൊണ്ട് ഞാനായിട്ട് അവനെ കൊല്ലുകയില്ല എന്ന് ദാവീദ് ഇവിടെ പറയുന്നതായി നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവർ, ദൈവപുരുഷനായ ദാവീദ്, അഭിഷിക്തനായ ദാവീദിന് അവനിൽ വസിക്കുന്നതായ പരിശുദ്ധാത്മാവ് എത്രമാത്രം ശക്തമായി അവനെ നയിക്കുന്നു, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിന് വിധേയമായി ദാവീദ് എങ്ങനെ ജീവിക്കുന്നുവെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവിടെ കുത്തിവെച്ചിരുന്നതായ കുന്തവും വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചതായ കൂജയും എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അതും എടുത്തുകൊണ്ട് പോന്നു. നമ്മൾ വായിക്കുന്നു, ശൗൽ രാജാവിനെയും കൂടെയുള്ളവരെയും ആരും ഇതറിഞ്ഞില്ല. അവർ ദൈവം ഉറക്കിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിൻ്റെ അഭിഷിക്തനും ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവനുമായ ദാവീദ് ചെല്ലുന്നിടത്ത് 3000-ഓളം യോദ്ധാക്കളുണ്ടായിട്ടും അവരാരും അറിയാതെ ശൗലിൻ്റെ അടുത്ത് ചെല്ലുവാനും അവൻ്റെ തലയ്ക്കൽ കുത്തിവെച്ചതായ കുന്തവും പൂജയും എടുക്കുവാനും ദാവീദിന് സാധിക്കുന്നു.
പക്ഷേ അവരാരും അത് അറിയുന്നില്ല എന്നുള്ളതാണ്. ദൈവം എപ്രകാരമാണ് തന്നിൽ പ്രിയം വയ്ക്കുന്ന മക്കളെ സംരക്ഷിക്കുന്നതെന്ന് ഇതിൽ നമുക്ക് വ്യക്തമാണ്. 10,000-കണക്കിന് പിശാചുക്കൾ നമുക്ക് ചുറ്റും കൂടിയാലും ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മെ ഒന്നും ചെയ്യാനാവില്ല. അവരെയൊക്കെ അതിജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമെന്ന വലിയ ദൂത് ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഇതുമായി പിറ്റേ ദിവസം അതിന് തൊട്ടടുത്ത മലയിൽ നിന്നുകൊണ്ട് പ്രഭാതത്തിൽ ദാവീദ് ഇവരെ വിളിച്ചത് അവൻ്റെ സൗലിൻ്റെ സർവ്വ സൈന്യാധിപനായ അബ്നേറിനെയാണ്. അബ്നേറിനെ വിളിച്ച് ചോദിക്കുന്നു, നീ ഒരു പുരുഷനാണോ, നീ ഒരു ആണാണോ? നിന്റെ രാജാവിൻ്റെ സർവ്വ സൈന്യാധിപനായ നീ രാജാവിനെ സംരക്ഷിക്കാതെ കിടന്നുറങ്ങി. നീ ജീവിച്ചിരിക്കേണ്ടവനല്ല, നീയാണ് വധിക്കപ്പെടേണ്ടവൻ. ഞങ്ങളവിടെ വന്നു എന്നതിൻ്റെ അടയാളമായി ആ കുന്തവും പൂജയും അവിടെ ഉയർത്തി കാണിച്ചു. പക്ഷേ അവർക്ക് ദാവീദിൻ്റെ ശബ്ദം മനസ്സിലായില്ല. പെട്ടെന്ന് സൗൽ രാജാവിന് ദാവീദിൻ്റെ ശബ്ദം മനസ്സിലായി. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലായിരുന്നല്ലോ ദാവീദ്. വർഷങ്ങളായി അവർ തമ്മിൽ ഒന്നിച്ച് താമസിച്ചവരാണ്. ഇപ്പോൾ ശത്രുവാണെങ്കിൽ പോലും ദാവീദിൻ്റെ ശബ്ദം സൗൽ രാജാവിന് മനസ്സിലായി. ഈ കുന്തവും പൂജയുമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകനെ ദാവീദേ എന്ന് പറഞ്ഞ് അവനെ വീണ്ടും വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ദാവീദിനോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഇതാ തെറ്റ് ചെയ്തു പോയി. എൻ്റെ മകനെ ദാവീദേ, നീ മടങ്ങി വരിക. ഞാൻ ഇനി നിന്നെ ഉപദ്രവിക്കുകയില്ല. ഞാൻ വിഡ്ഢിത്തം കാണിച്ചു എന്നൊക്കെ അവിടെ പറയുകയാണ്. അപ്പോൾ ദാവീദൊക്കെ കേട്ടിട്ട് പറഞ്ഞു, അതൊന്നും ദാവീദ് അതിന് മറുപടിയൊന്നും പറയാതെ പറഞ്ഞു, നിൻ്റെ ദാസരെ ആരെങ്കിലും വിട്ട് ഈ കുന്തവും പൂജയും നീ മടക്കി കൊണ്ടുപോയിക്കൊള്ളുക. അതുപോലും ദാവീദിന് വേണ്ട. കാരണം അവനറിയാം ദൈവം അവൻ്റെ കൂടെയുണ്ട്. ശത്രുവിൻ്റെ കുന്തം അവനെന്തിനാണ്? പിന്നെ അവിടെ അടുത്ത് വന്നു, കൊല്ലാൻ അവസരം കിട്ടി, കൊന്നില്ല എന്നുള്ള ഒരു തെളിവിനുമാണ് അതും കൊണ്ട് പോകുന്നത്. ഇതിനു മുൻപും ഇതേപോലെ ഒരു കൂടാരത്തിൽ വെച്ച്, ഒരു ഗുഹയിൽ വെച്ച് അവൻ്റെ വസ്ത്രത്തിൻ്റെ ഭാഗം വെട്ടിയെടുത്തിട്ട് പിറ്റേ ദിവസവും നമ്മൾ വായിച്ചു, അന്ന് ദാവീദ് ഖേദിച്ചു. അതൊക്കെ വെട്ടിയെടുക്കേണ്ടി വന്നതിൽ ദാവീദ് ഖേദിച്ചു. അഭിഷിക്തൻ്റെ വസ്ത്രത്തെ അങ്ങനെ മുറിച്ചെടുക്കേണ്ടി വന്നതിൽ പോലും അദ്ദേഹം ദുഃഖിച്ചു എന്ന് നമ്മൾ വായിച്ചു. അഭിഷിക്തൻ ധരിച്ചതായ വസ്ത്രത്തെ പോലും അത്രമാത്രം അദ്ദേഹം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം അതെല്ലാം അവിടെ മടക്കി കൊടുക്കുകയാണ്. ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ ദാവീദ് ജീവിക്കുകയാണ്. 23-ാം വാക്യം വളരെ പ്രസക്തമാണ്. ഓരോരുവനും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ഇന്ന് കർത്താവ് അങ്ങേ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ നീ അഭിഷിക്തനാകിയാൽ നിന്നെ സ്പർശിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും തക്കവണ്ണം ദൈവം പ്രതിഫലം നൽകും. ഇത് നമ്മുടെ കർത്താവും നമ്മളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ പുതിയ നിയമത്തിൽ. നമ്മൾ നീതിപൂർവം വിശ്വസ്തരായി ജീവിക്കുമെങ്കിൽ നമ്മെ സംരക്ഷിക്കുവാൻ ദൈവം തന്നെ മാലാഖമാരെ നമുക്ക് ചുറ്റും അയക്കുമെന്ന വലിയ സത്യം നമ്മൾ ജീവിക്കുക. പക്ഷെ ദാവീദ് നേരിട്ടതുപോലെയുള്ള പ്രതിസന്ധികളെ നമുക്ക് നേരിടേണ്ടി വരും. ക്രൂശിൻ്റെ അനേക വഴികളെ നമുക്ക് നേരിടേണ്ടി വരും. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന സത്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. എന്നിട്ട് 24-ാം വാക്യത്തിൽ ദാവീദ് പ്രകാരം പറയുന്നുണ്ട്, ഇന്ന് അങ്ങയുടെ ജീവൻ എൻ്റെ കയ്യിൽ എൻ്റെ മുമ്പിൽ വിലപ്പെട്ടതായതുപോലെ എൻ്റെ ജീവൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടതാകട്ടെ എന്ന് പറഞ്ഞ ദൈവം എന്നെ സംരക്ഷിക്കട്ടെ. നിന്നെ ഞാൻ കൊല്ലാഞ്ഞത് നീ ഒരു രാജാവാണ്, അഭിഷിക്തനാണ്, നിൻ്റെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്.
അതുകൊണ്ടാണ് ഞാൻ നിന്നെ വധിക്കാത്തത്. ആയതുപോലെ നീ എന്നെ വധിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ജീവൻ നിന്നേക്കാളും ഈ ലോകത്തിൻ്റെയും ഈ ഭൂതലത്തിൻ്റെ മുഴുവൻ സർവസൈന്യാധിപനായ ദൈവം എന്നെ സംരക്ഷിക്കട്ടെ. ദാവീദിൻ്റെ എന്തോരം അടിയുറച്ചതായ വിശ്വാസമുള്ളതായ ഒരു പ്രാർത്ഥനയാണിതെന്ന് നമ്മൾ നോക്കുക. ഈ പ്രാർത്ഥന നമുക്കും ചൊല്ലാവുന്നതാണ്. നമുക്കെതിരായി പിശാച് ധാരാളം തന്ത്രങ്ങളെ മെനയുമ്പോഴും നമ്മുടെ ജീവൻ ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ദൈവം സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്കിടയാകും. 25-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, ശൗല് ദാവീദിനെ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹീതനാണ്, നീ ചെയ്യുന്ന എല്ലാറ്റിലും നീ വിജയിക്കും എന്നവനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. പൈശാചികമായ ശക്തിയാണ് അവനെ അത് നയിക്കുന്നതെങ്കിലും അവന് മനസ്സിലായി ദാവീദ് ദൈവകൃപയുള്ളവനാണ്, അവനെ എനിക്കൊന്നും ചെയ്യാനാവില്ല, നീ ചെയ്യുന്നതൊക്കെ നീ പ്രവർത്തിക്കുന്നതൊക്കെയും അത് വിജയപഥത്തിലെത്തും. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ചും പിശാചുക്കൾ ഇങ്ങനെ അനേക പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നീ ദൈവപുത്രനാണ്, നീ ദൈവപുത്രനാണെന്ന് ഒക്കെ ഓരോ മനുഷ്യരിൽ നിന്ന് പുറത്തു പോകുന്ന ഭൂതങ്ങൾ പോലും യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന കാര്യം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദാവീദിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാവേണ്ടതാണ്. എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ആ മനുഷ്യൻ കടന്നു പോവുകയാണ്. മരണത്തെ എത്രയോ പ്രാവശ്യം മുഖാമുഖം കാണുകയാണ്. ശത്രുവിനെ തൻ്റെ കരങ്ങളിൽ കിട്ടിയതാണ്. എത്ര പ്രാവശ്യം അല്ലെങ്കിൽ തന്നെ വധിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെ ഉറങ്ങിക്കിടക്കുന്ന രീതിയിൽ തൻ്റെ കരങ്ങളിൽ ലഭിച്ചതാണ്. പക്ഷേ ദാവീദ് അത് ചെയ്യുന്നില്ല, കാരണം അവൻ അഭിഷിക്തനാണ്. ആ ഒരു വലിയ ദൈവികമായ കാഴ്ചപ്പാടോടും നമ്മുടെയും ശത്രുക്കളെ കാണുവാൻ നമുക്കിടയാം. നമ്മളെ ഉപദ്രവിക്കുന്നവരും വേദനിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം. അവരെയും ഈ സഹന മനോഭാവത്തോടെ കാണുവാൻ നമുക്കിടയാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ സംഭവങ്ങളൊക്കെ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വേദപുസ്തക വായനയും നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും അതിനെ സഹായിക്കട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ആയതിന് സഹായിക്കുമാറാകട്ടെ.